ദീപക്, ഇതിൽ പ്രാഥമിക നിഗമനം എന്താണ് എന്നത് പറയുന്നു. ഒപ്പം തന്നെ ചികിത്സയുടെ കാര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ അതിൽ ഏത് തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചികിത്സ സ്വമേധയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പലരും പോയത്. അവരെല്ലാം തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം. പക്ഷേ എന്നാൽ സ്വാഭാവികമായും പാനിക്കാവും, തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകും. ആരോഗ്യമന്ത്രിയുമായി ഈ കാര്യം വിശദമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ അവർ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞത് അത് പരിശോധിക്കാമെന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രിക്ക് അത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ, അനുജ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്തൊന്നും സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനൊരു കാരണക്കാരുണ്ടാകും. പ്രത്യേകിച്ചും ഇതിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും. DMEയുടെ റിപ്പോർട്ടിന് ശേഷം, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന് ശേഷം സ്വാഭാവികമായും സർക്കാർ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കും. ചിലപ്പോൾ കടുത്ത നടപടികളിലേക്ക് പോലും കടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ ഉണ്ടായതാണ്. നമുക്കറിയാവുന്നതാണ് അനുജ, കത്രിക ഉള്ളിൽ വെച്ചുള്ള ശസ്ത്രക്രിയ ഉൾപ്പെടെ നടന്ന ഒരു മെഡിക്കൽ കോളേജാണ്. സ്വാഭാവികമായും ആരോഗ്യവകുപ്പിന് അതൊരു തലവേദനയാണ്. മാത്രവുമല്ല, മറ്റൊരു കാര്യം, ഈ ഒരു സംഭവം നടന്നാൽ കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി സർക്കാരിലുമുണ്ട്. കാരണം ഒരു സംഭവം നടക്കുന്നു, അതിന് കൃത്യമായൊരു വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ള പരാതി. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വേളയിൽ സർക്കാർ പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രാഥമിക വിവരം ഷോർട്ട് സർക്യൂട്ടാണ്. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തത്, അതായത് അസാധാരണമായ സംഭവം നടക്കുന്നു. അതിലേക്ക് സർക്കാർ വിദഗ്ധമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അതാണ് ആരോഗ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്. ആരോഗ്യമന്ത്രി ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് 24-നോടാണ് അനുജ. ശരി, അഭിജിത്ത് മുഴക്കുന്നുകൂടിയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. അഭിജിത്ത്, ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയോ? അവിടെ സന്ദർശനം നടത്തിയോ? ഉന്നതതല യോഗം ആരംഭിച്ചോ? അനുജ, ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുൻപാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ ഒരു സന്ദർശനം നടത്തിയത്. അദ്ദേഹം ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു. സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിദഗ്ധമായ ഒരു പരിശോധന ആവശ്യമാണ്, അതിനുശേഷം പ്രതികരിക്കാം. ഒപ്പം തന്നെ ഒരു സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊള്ളുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റ് തുടർ നടപടികൾ, അതായത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഉന്നതതല യോഗം അത് ആരോഗ്യമന്ത്രി വന്നതിന് ശേഷമാണ് നടക്കുക. അതിനുശേഷം അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നും അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു അടിയന്തര യോഗം നിലവിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അത് കോളേജ് സെൻട്രൽ കമ്മിറ്റിയുടെ യോഗമാണ്. ഈ മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗങ്ങളുടെയും മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി ചർച്ചയാവുക ഈ അപകടമുണ്ടായതിനു ശേഷം രോഗികളെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കാരണം നിലവിൽ അവിടെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മരണവുമായി ബന്ധപ്പെട്ടാണത്. 5 മരണങ്ങൾ, ഈ 5 മരണങ്ങളും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എപ്പോൾ മരിച്ചു, അതായത് അനുജ, നിലവിലെപ്പോൾ ഇൻക്വസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലും ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത മിഥില ബാലന് നൽകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും അല്പസമയം മുൻപ് ഈ കത്തി നശിച്ച UPSന്റെ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളുടെ വിശദമായ ഒരു പരിശോധന ഇവിടെ നടന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ പുറകുവശത്തായി, കാഷ്വാലിറ്റിയുടെ പുറകുവശത്തായി ആ കത്തി നശിച്ച ഉപകരണങ്ങളൊക്കെ അവിടെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിശോധന അല്പസമയം മുൻപ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ അപകടം നടന്നത്, ഒപ്പം തന്നെ ഈ മരണത്തിലടക്കം ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അനുജ, ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ പൊട്ടിത്തെറിയിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക്, വിദഗ്ധമായ അന്വേഷണത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ മെഡിക്കൽ കോളേജിൽ എത്തും. ഈ അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കും. അതിനുശേഷം ഉന്നതതല യോഗമുണ്ടാകും. ഉന്നതതല യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ ഇതാദ്യമായി 24-നോട് പ്രതികരിക്കുമ്പോൾ അസാധാരണമായ സംഭവമാണ്, ഷോർട്ട് സർക്യൂട്ടാണ് എന്ന പ്രാഥമിക നിഗമനം ആരോഗ്യമന്ത്രി 24-മായി പങ്കുവയ്ക്കുകയും ചെയ്തു.